السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. എല്ലാവരും എന്നെ കാണുന്നുണ്ടോ? നമുക്ക് ഈ രണ്ട് സൈഡിലത്തെ ലൈറ്റ് കുറച്ചൊന്ന് തിരിച്ച് വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ കൊടിയ ചൂടാണ്. ഈ ലൈറ്റ് ഭയങ്കര ചൂടാണ്. ആ സൈഡൊന്ന് തിരിച്ചങ്ങ് മാറ്റി വെച്ചാലേ സദസ്സിന് ഞാൻ കാണുന്നില്ല. കാരണം ഇങ്ങോട്ട് വലിയ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അവിടെ ആളുണ്ടോയെന്ന് കാണുന്നില്ല. ബാക്കിലത്തെ അവിടെ ഒന്നുണ്ട്. കാരണം അതിൻ്റെ ബാക്കിൽ സ്ത്രീകളായതുകൊണ്ട് അങ്ങോട്ട് കാണാതിരിക്കാൻ അത് നല്ലതായിരിക്കും. ഇത് പുറത്തേക്ക് തിരിച്ചു ചുമരിലേക്ക് റിഫ്ലക്ഷൻ ചെയ്തോട്ടെ. അൽഹംദുലില്ലാ. പുന്നയൂർ അല്ലേ? പുന്നയൂരുണ്ട്, പുന്നയുണ്ട്, പുന്നയൂർ കുളവുണ്ട്. അപ്പം ഞാനിന്ന് വരുമ്പോൾ ഒരാളോട് ചോദിക്കുകയായിരുന്നു, പുന്ന എന്ന് പറയുന്നത് നെല്ലുമായി ബന്ധപ്പെട്ട എന്തോ പേരാണോ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പഴയ കർഷകരൊക്കെ അറിയുമായിരിക്കും അല്ലേ? എന്ത് പുന്ന എന്ന് പറഞ്ഞാൽ? അത് നെല്ലിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ പറയുന്നൊരു പേരാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പുന്നയും പുന്നയൂരും പുന്നയൂർ കുളവും പൊന്നാനിയുടെ ലഹരുകളേറ്റ നാടുകളാണിതെല്ലാം. പൊന്നാനിയുടെ ഓളങ്ങൾക്ക് സ്പർശമേറ്റിട്ടുള്ള നാടുകളാണ്. വെളിയങ്കോടും കക്കിടിപ്പുറവും പടിഞ്ഞാറങ്ങാടിയും ചാവക്കാടും അങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ, പുത്തമ്പള്ളിയും അയിലക്കാടും, പിന്നെ ഈ എല്ലാ പ്രദേശങ്ങളും ആ ഒരു ഓളങ്ങൾ തട്ടിയ അതിൻ്റെ നനവാണ് ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ തോന്നുന്നു നമ്മളൊക്കെ മുസ്ലിമായി ജനിച്ചു, നമ്മളൊക്കെ വളരെ ഉഷാറാണ്, ഖുർആൻ പഠിക്കുന്നുണ്ട്, മെച്ചമാണ്. എങ്ങനെയാണിതിവിടെ ഉണ്ടായത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കൊടുങ്ങല്ലൂരിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത്. ചേരമാൻ പെരുമാളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരുന്നത്. അതിനുശേഷമുള്ളൊരു വിദ്യാഭ്യാസ വിപ്ലവം നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടായത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊന്നാനി മസ്ജിദാണ്. പൊന്നാനി മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് മഖ്ദൂം പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള വൈജ്ഞാനിക വിപ്ലവം അക്കാലഘട്ടത്തിൽ 400 വർഷമോ 500 വർഷം മുമ്പ് നമ്മുടെ നാടിൻ്റെ റോഡും വഴികളൊക്കെ ഒന്ന് മനസ്സിലോർക്കുക. അന്ന് റോഡില്ല, നടവഴികൾ മാത്രം, പാലങ്ങളില്ല, തോണിയും ചിലപ്പോഴില്ല, നീന്തിക്കടന്നു പോകുന്നത്. ബാബർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുമ്പോൾ പുഴകളൊക്കെ നീന്തിക്കടന്നാണ് വന്നത്. അപ്പോൾ ഏതോ ഒരു പുഴ കടക്കുമ്പോൾ അറ്റാക്ക് ഉണ്ടായി. പിന്നീട് അദ്ദേഹം വാള് കടിച്ചു പിടിച്ചിട്ടാണ് നീന്തിയത് എന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാലത്ത് ഓർക്കുക. അന്നത്തെ വാഹനങ്ങൾ എന്താണ്? ഈ പറഞ്ഞ മരക്കലം, തോണി, മരക്കലത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് മരക്കാർ എന്ന് പറയുന്നത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മരക്കാന്മാർ. അപ്പോൾ ഈ തോണിയും കുറച്ച് വലിയ ബോട്ടുകളും, അതിലാണ് ലോകത്ത് പല ഭാഗത്തേക്കും സഞ്ചരിക്കുന്നത്. ലോഞ്ചുകളായി മാറി പിന്നീടത്. അക്കാലഘട്ടത്തിൽ വലിയ മഖ്ദൂം അൽ അസ്ഹറിൽ പഠിക്കാൻ പോയി, ഈജിപ്തിൽ അസ്ഹർ മസ്ജിദിൽ. ഇപ്പോൾ പള്ളി ദർസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണ് അസ്ഹറിലെ പള്ളിയിൽ പഠിക്കാൻ പോയത്? അവരുടെ കൊച്ചുമകൻ ചെറിയ മഖ്ദൂം തങ്ങൾ, മുഹമ്മദ് അൽ ഖസാലി തങ്ങളുടെ മകൻ, ഫതുഹുൽ മുഈൻ്റെ മുസന്നിഫ്, ഇന്നും ലോകത്തെല്ലാ നാട്ടിലും പഠിക്കുന്നൊരു പുസ്തകമാണ് ഫതുഹുൽ മുഈൻ. അത്ഭുതകരമായൊരു ഗ്രന്ഥമാണ്. അവർ മക്കത്ത് പോയിട്ട് ഇബ്നു ഹജർ തങ്ങളുടെ അടുത്ത് പഠിച്ചു. 10 വർഷം പഠിച്ചു. ആ തിരിച്ചുവരവിലുണ്ടായ, അവിടെ നിന്നുണ്ടായൊരു വൈജ്ഞാനിക വിപ്ലവമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ഏറ്റവും വലിയ നവോത്ഥാന നായകന്മാരാണ് അവർ. അതിൻ്റെ ഒരു ഓളമാണ് ഇവിടെ. അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കോട് കുറ്റിച്ചിറ മസ്ജിദ്
ആ കുറ്റിച്ചിറ പള്ളിയിലുണ്ടായിരുന്ന ദർസ്, അവിടേക്ക് പൊന്നാനിയിൽ നിന്ന് കുട്ടികൾ ഓതാൻ വേണ്ടി വന്നിരുന്നു. മഖ്ദൂംമാരുടെ മക്കളെ ഓതാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് അയക്കാറുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ മുഴുവനും അത് കിഴക്കോട്ട് അങ്ങനെ പോകുന്നു. ചോമ്പാൽ എന്ന് പറയുന്ന പ്രദേശം, വടകരയ്ക്കടുത്ത കുഞ്ഞിപ്പള്ളി, അതുപോലെ തലശ്ശേരി, അതിൻ്റെ അപ്പുറത്ത് കണ്ണൂർ, അറക്കൽ രാജാക്കന്മാരുടെ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് വലിയ പട്ടണം എന്ന് പറയുന്ന ബലപട്ടണം, ചെറിയ പട്ടണം എന്ന് പറയുന്ന ചെറുപട്ടണം, ഇവിടെയൊക്കെ വലിയ ദർസുകൾ. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ലോകസഞ്ചാരി എഴുതുന്നത് അക്കാലഘട്ടത്തിൽ ഹീലിയിൽ ഹോസ്റ്റൽ സഹിതമുള്ള ദർസുണ്ടായിരുന്നു എന്നാണ്. കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തിരുന്നത് അടക്കം മസ്ജിദിൻ്റെ പരിസരത്ത് വെച്ചായിരുന്നു. ഇബ്നു ബത്തൂത്ത മൊറോക്കോയിലെ ടാൻജയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് മംഗലാപുരത്ത് വന്നപ്പോൾ മംഗലാപുരത്ത് 24 മദ്രസകളുണ്ട്. മംഗലാപുരത്ത് ജനങ്ങൾ മുഴുവനും ഹാഫിദുകളായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ആളുകളൊക്കെ കണ്ടപ്പോൾ യാസീൻ ഓതുന്നുണ്ട്, ചിലർ തബാറക്ക് ഓതുന്നുണ്ട്, ചിലർ അൽബക്കർ ഓതുന്നുണ്ട്, അപ്പം എല്ലാവരും ഹാഫിദാണെന്ന് വിചാരിച്ചതാകാം. അങ്ങനെ തന്നെ ആവണമൊന്നുമില്ല. ലിബിയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലിബിയ കേട്ടവർ കൈപ്പൊക്കെ, വയസ്സന്മാരൊക്കെ. ലിബിയ കേട്ടിട്ടില്ല. കൈ പൊങ്ങുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പൊങ്ങിക്കാൻ വേണ്ടി പറഞ്ഞത്. ചിലരുടെ കൈ പൊങ്ങൂല. അത് പൊങ്ങാൻ വേണ്ടി ഇന്ന് സൈക്കോളജിയിലെ ക്ലാസ്സുകളുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ കൈ പൊങ്ങും. എല്ലാവരും ഒന്ന് കൈ പൊക്കിയ, ഒരു വലത്തെ കൈ. മാഷാ അല്ലാഹ്, ഡൗൺ. ഇനി ഇടത്തെ കൈ ഒന്ന് പൊക്കിയേ. വെരി ഗുഡ്, ഡൗൺ. ലിബിയ കേട്ടവർ കൈപ്പൊക്ക്. മുഅമ്മർ ഖദ്ദാഫിയുടെ നാടാണ് ലിബിയ. അതിനു മുമ്പ് ഉമർ മുഖ്താറിൻ്റെ നാടാണ്. ലിബിയയിൽ 70 ലക്ഷം ജനങ്ങളാണുള്ളത്. അതിൽ 18 ലക്ഷവും ഹാഫിദുകളാണ്. അപ്പോൾ ഏകദേശം 25% ഹാഫിദുകളാണ്. കള്ളില്ല, പെണ്ണ് പരിപാടികളൊന്നുമില്ലാത്ത നല്ലൊരു രാജ്യമാണത്. ഈജിപ്തിലെ ചില ജില്ലകൾ ചില കാലങ്ങളിൽ സമ്പൂർണ്ണ ഹാഫിദുകൾ, സാക്ഷരത നേടിയതുപോലെ സമ്പൂർണ്ണ ഹാഫിദായ ചില ജില്ലകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓട്ടമൻ എംപയറിൻ്റെ കാലത്ത് ഉസ്മാനിയ ഖലീഫമാരുടെ പട്ടാളത്തിലെ കമ്പനികളിൽ ഒരു കമ്പനി പൂർണ്ണമായും ഹാഫിദുകൾ, ഒരു കമ്പനി പൂർണ്ണമായും സാദാത്തുക്കൾ. അങ്ങനെയൊക്കെ ചരിത്രമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ചരിത്രമുണ്ടായിരുന്നു എന്നാണ് ഇബ്നു ബത്തൂത്ത മംഗലാപുരത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. താജുൽ ഉലമ റഫഅല്ലാഹു ദറജതഹു, താജുൽ ഉലമയുടെ പ്രസംഗത്തിൽ പല സ്റ്റേജുകളിലും പറയുമായിരുന്നു, മലൈബാർ മിൻഹ പാക്കളൂർ വ മഞ്ചരൂർ വ ജർഫത്തൻ. മംഗലാപുരവും ഭട്കലും ചെറുപട്ടണവും ഒക്കെ പെട്ടതാണ് മലബാർ. മലബാർ കോസ്റ്റ് ഇങ്ങ് തെക്ക് മുതൽ വടക്ക് ഗുജറാത്ത് വരെ പരന്നു കിടക്കുന്ന കോസ്റ്റൽ ഏരിയക്കാണ് മലബാർ എന്ന് പറയുന്നത്. മലബാർ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് കൊഹ്കുൻ എന്ന് പറയുന്നത്. കോക്കൺ, നമ്മൾ കൊങ്കൺ എന്ന് പറയും. കൊഹ് എന്ന് പറഞ്ഞാൽ മല, കുൻ എന്ന് പറഞ്ഞാൽ ബാരിന, മലബാരി, കൊഹ്കുൻ. സോ അത് ബോംബെ വരെ പോകുന്നു. ബോംബെയിലെ മലബാർ ഹിൽസൊക്കെ ചിലപ്പോൾ ബോംബെ പോയ ആളുകൾ കണ്ടിട്ടുണ്ടാകും. ഇതെല്ലാം അറബിക്കടലിൻ്റെ ഓരത്തിരുന്നത് കൊണ്ട് സമുദ്രം വഴി വന്നിട്ടുള്ള ഉലമാക്കളിൽ നിന്ന് ഇൽമു പഠിക്കാനും ആത്മീയ ജ്ഞാനം നേടാനും സാധിച്ചിട്ടുള്ളൊരു നാടാണ്. ഉത്തരേന്ത്യയിലെ വലിയൊരു വ്യാവസായിക നഗരമാണ് ബറേലി. ഒരിക്കൽ അവിടെ ഒരു 10-200 വ്യാവസായികളൊക്കെ ഒരുമിച്ച് കൂട്ടിയൊരു സദസ്സിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വിപ്ലവത്തെ വിശദീകരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കേരളം മുന്നിൽ പോയത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചിലർ പറഞ്ഞു ഗൾഫ് കൊണ്ടാണ്, കേരളക്കാർ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി വന്നു. ചിലർ പറഞ്ഞു നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ടാണ്. മറ്റു ചിലർ പറഞ്ഞു കേരളക്കാർ കച്ചവടത്തിൽ വളരെ ഉഷാറാണ്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല. ഇതിൻ്റെ എല്ലാം കാരണം, അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഖുർആൻ ജീവിക്കുന്നു എന്നതാണ്. കേരളത്തിൽ ഖുർആൻ 100 ആയത്തെങ്കിലും അറിയാത്ത ഒരു മുസ്ലിം ഉണ്ടാവുമോ? ബിദഈ ചിന്താഗതിക്കാരായ ആളുകളാണെങ്കിൽ പോലും സുന്നികളുടെ സഹവാസം കാരണം യാസീൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. 86 ആയത്തായി. കാണാതെ പൂർണ്ണമായും അറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ കൂടെ ഓതാനെങ്കിലും അറിയും. പിന്നെ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹുവിൻ്റെതായിട്ടും അറിഞ്ഞാൽ തന്നെ 100 ആയത്ത്
അറിയാത്തവർ കേരളത്തിലെ മുസ്ലിംകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. അതാണ് ഈ നാടിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ഇനിയും നമ്മളത് മറന്നു പോകണ്ട. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ തബാറക സൂറത്ത് കാണാതെ അറിയാം. പണ്ട് ധാരാളം ഉണ്ടായിരുന്നു, പിന്നെ ഇടക്കാലത്ത് അതൊക്കെ ഒന്ന് വിട്ടു. ഇപ്പം ധാരാളം ആളുകൾ തബാറക സൂറത്ത് കാണാതെ അറിയാം. കുറേ പേർക്ക് വാഖിഅ സൂറത്തും അറിയാം. റഹ്മാനും അതുപോലെയുള്ള സൂറത്തുകൾ ഉൾപ്പെടെ പഠിച്ചിട്ടുള്ള ആളുകളെയും നമുക്ക് വയസ്സന്മാരുടെ കൂട്ടത്തിലും കാണാം, കുട്ടികളുടെ കൂട്ടത്തിലും കാണാം. മഹാനായ ചെറുശോല ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ലോറിയിൽ പണ്ടൊക്കെ നമ്മൾ വണ്ടി കിട്ടാതിരിക്കുമ്പോൾ കൈ കാട്ടി ലോറിയിൽ കയറും. അപ്പോൾ ഒരിക്കൽ ലോറിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യക്കാരനായ ഒരു ഡ്രൈവറാണ് ഒരു തലയിലൊരു മുണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് നല്ല താടിയൊക്കെ വെച്ച് വായിൽ മുറുക്കാനൊക്കെ ഇടുന്നൊരു ചുവന്ന താടിയൊക്കെ ചുണ്ടൊക്കെ ഉള്ളൊരു ഒരു ഡ്രൈവറാണ്. അയാളുടെ കൂടെ എത്ര ദൂരം ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ അയാൾ ഖുർആൻ ഓതിക്കൊണ്ടാണ് വണ്ടി ഓട്ടുന്നത്. നമ്മുടെ നാട്ടിൽ തെങ്ങ് കയറാനും പറമ്പിൽ കൊത്താനും കിളക്കാനും ബാർബർ ഷോപ്പിലും ഇങ്ങനെ പറഞ്ഞിട്ട് ബംഗാളികളില്ലേ, ആ ബംഗാളികളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അവരുടെ കൂട്ടത്തിൽ നല്ല ഹാഫിളുകളുണ്ടാകും, ചിലർ നല്ല കാരികളും ഉണ്ടാകും. പൂനൂരിലെ മർക്കസ് ഗാർഡൻ പ്രിയങ്കരനായ ഫാറൂഖ് സാഹിബ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. മർക്കസ് ഗാർഡൻ മദീനത്തുന്നൂർ കോളേജ്. മെനയാന്ന് ജിദ്ദയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. വാപ്പയ്ക്ക് അസുഖമാണ്, ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചികിത്സയിലാണ്. ഞാനും മക്കളൊക്കെ ജിദ്ദയിലാണുള്ളത്. നാട്ടിലേക്കൊന്ന് പോകണം, പെരുന്നാൾ ലീവിലെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മകൾക്ക് പാസ്പോർട്ട് അവസാനിച്ചിട്ടുണ്ട്, പുതുക്കി കിട്ടാൻ നോർമലി 4 ആഴ്ച എടുക്കും, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നമുക്ക് ഫോറിൻ മിനിസ്ട്രിയിലും സംസാരിക്കാം, വിദേശകാര്യ മന്ത്രാലയത്തിൽ. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഒരു അണ്ടർ സെക്രട്ടറി ഉണ്ട്, അയാൾ വിളിച്ചു, അദ്ദേഹം അത് ശരിയാക്കി കൊടുത്തു. ആ അണ്ടർ സെക്രട്ടറി മദീനത്തുന്നൂർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ച നൂറാനി ബിരുദം വാങ്ങിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അതുപോലെ പട്ടാളത്തിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരാൾ നൂറാനിയാണ്. നമുക്കറിയാം, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 1 കോടിയിലേറെ രൂപ വിലയുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്ന അമേരിക്കയിലെ സ്കോളർഷിപ്പിന് ഇവിടെ നിന്ന് പോകുന്നവരുണ്ട്. മനോരമയിലൊക്കെ ചിലപ്പോൾ 10ഉം 12ഉം ആൾ ഈ വർഷം കിട്ടിയെന്ന് കാണാം. ആ ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, അതിൽ IAS-കാരും വലിയ വലിയ ആളുകളൊക്കെയാണ് ഫുൾ ബ്രൈറ്റിൽ പോകാറുള്ളത്. അമേരിക്കയിൽ 3 ആലിമ്യങ്ങൾ ഇപ്പോൾ PDF പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്യുന്നുണ്ട്, PhD കഴിഞ്ഞിട്ടുള്ള. ഒന്ന് പെൻസിൽവാനിയ, ഒന്ന് വാഷിങ്ടൺ, ഒന്ന് ബെർക്ക്ലി, 3 യൂണിവേഴ്സിറ്റികളിൽ. അത് 3ഉം നൂറാനികളാണ്. അതിൽ 2 പേര് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പാണ്. 30ഓളം PhD-കാരുണ്ട്. ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും നിങ്ങൾക്ക് കാണാം, അവിടെയൊക്കെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, ദീനീ പ്രവർത്തനങ്ങൾക്ക്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നവരുമാണ്. ഞാൻ സാന്ദർഭികമായി അതൊന്ന് പറഞ്ഞതാണ്. ഞാൻ ഇന്നൊരു കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടി എറണാകുളത്ത് പോയതാണ്, ഏതോ ഒരു ഗിരിഗിരി കോളേജിലോ മറ്റോ. ഞാൻ പറഞ്ഞു, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ CAയും CMAയും, അതൊക്കെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ വർഷവും 8ഓ 10ഓ CA-ക്കാർ, തലേക്കെട്ടുകാർ പുറത്തിറങ്ങും. CMA ഉണ്ട്, അൽഹംദുലില്ലാ. സിവിൽ സർവീസ് കോച്ചിങ് ഡിഗ്രി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇപ്പം മർക്കസ് നോളജിൽ ആരംഭിച്ചു. +2 കഴിഞ്ഞവർക്ക് ഡിഗ്രിയും പഠിക്കാം, ഈ ട്രെയിനിങ്ങും നേടാം. സോറി, അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ശരി സാർ, എവിടുന്നാ പോകുന്നതെന്ന് പിടുത്തം വിട്ടുപോയി. ഖുർആൻ ലോകത്ത് വ്യാപിച്ചതിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ നാടുകളിൽ പരന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പൊന്നാനിയിലെ മഖ്ദൂംമാരും ഈ ഉലമാക്കളും അവരുടെ ആ ലഹറിൽ നിന്ന്, ഇതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ബറേലിക്കാരോട് നമ്മൾ പറഞ്ഞു, ഈ ഖുർആനുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ അറിവും കച്ചവടവും എല്ലാം വളർന്നതിൻ്റെ
ആത്മീയമായ ശക്തിയിൽ നിന്നാണ് നമ്മൾ വളരുന്നത്. അത് മറന്നു പോകുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ പിന്നീട് തകർന്നു പോകുന്നത്. ഒരുപാട് തകർന്നടിഞ്ഞ നഗരങ്ങളെ നമുക്ക് കാണാം. സോമനാഥ് എന്ന് പറയുന്ന നഗരമുണ്ട് ഗുജറാത്തിൽ. സോമനാഥ് ടെമ്പിൾ കേട്ടിട്ടുണ്ടാകും. ആ മുസ്ലിങ്ങളാണ് ആ നാട്ടിൽ മുഴുവനും. നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, ഗുരുവായൂർ പോലെ എന്ന് പറഞ്ഞാൽ മതി. സോമനാഥിൽ മുസ്ലിങ്ങളാണ് നിറയെ. സോമനാഥ് നഗരം ഇപ്പോൾ അടുത്ത് തകർന്നടിഞ്ഞു. ഞാനവിടെ പോയിരുന്നു. ജാഫർ മുസഫർ എന്ന് പറയുന്ന ഔലിയാക്കന്മാരുടെ ഖബറുണ്ട് അവിടെ. അത് മാത്രം അവിടെ ബാക്കിയുണ്ട്. ആ നഗരം തന്നെ ഇല്ലാതായിപ്പോയി. എന്താ കാരണം? അറിവില്ല. ഖുർആൻ ഓതാനും അറിയില്ല, കണക്കെഴുതാനും അറിയില്ല, ഒന്നും ഇല്ല. നമ്മുടെ കേരളത്തിന് മഹ്ദൂം പാരമ്പര്യത്തിലൂടെ നമ്മുടെ സമസ്തയുടെ കീഴിൽ ഉലമാക്കൾ പ്രവർത്തിച്ചതിൻ്റെ കാരണം കൊണ്ട് നമുക്കിന്ന് എല്ലാം ഉണ്ട്. പഴയ കാലത്ത് ഉലമാക്കൾ മസ്ജിദുകളിൽ മാത്സും ഫിലോസഫിയും ലോജിക്കും ടൈം സയൻസും ഡിബേറ്റ് സയൻസും എല്ലാം പഠിപ്പിച്ചിരുന്നു പൊന്നാനിയിലെ പള്ളിയിൽ. ഇന്നുണ്ട്. നമ്മുടെ ഖാദിയാരൊക്കെ ചോദിച്ചു നോക്കൂ, അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സയൻസുകൾ അന്ന് ചില ഭാഗങ്ങൾ പേർഷ്യൻ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് പറയാ. അറബി ഗ്രാമർ പഠിക്കുമ്പോൾ ലൊമീർ, ദറു, അസിസ്ബാത്ത്, ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേർഷ്യൻ ലാംഗ്വേജിലാണ് ഇവർ പഠിക്കുക. ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ അതിൽ പെട്ട, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം LKG LZQ എന്ന് പറയുമ്പോൾ എന്തിനാ ഇപ്പം ഇത്ര നേരത്തെ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്, LKG പോലെയാണ് മീസാൻ ഓതുന്ന കാലം. മീസാൻ ഓതുന്ന കാലത്ത് പേർഷ്യൻ ലാംഗ്വേജിലാണ് കുട്ടികൾ പഠിക്കുന്നത്. 3ാം ക്ലാസ്സിൽ ഷറഹു തഹദീബ് എത്തിയാൽ പിന്നെ അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പഠിക്കുന്നത്. അങ്ങനെ മേൽപോട്ട് പോയാൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ലോകപ്രശസ്ത ആത്മീയ ഗുരുവായ കർമ്മശാസ്ത്ര പണ്ഡിതനായ എല്ലാമായ സയന്റിസ്റ്റായ ഇമാം ഗസാലിയുടെ കീമിയ സആദ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, കെമിസ്ട്രി ഓഫ് സക്സസ്. അത് പേർഷ്യൻ ലാംഗ്വേജിലാണ്. റൂമിയുടെ കവിതകൾ പേർഷ്യൻ ലാംഗ്വേജിലാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സ്വന്തം നാട് പേർഷ്യയാണ്. ഗെയ്ലാനി എന്നാണ് ശരിക്കും പറയാ, ജീലാനി അല്ല, ഗെയ്ലാനി. ഗ അറബിയിൽ ഇല്ലാത്തത് കൊണ്ട് ജീലാനി എന്ന് പറയുന്നു, അല്ലെങ്കിൽ കെയ്ലാനി എന്ന് പറയുന്നു. സോ വിവിധ ഭാഷകൾ പഠിക്കുന്നു. ആ ഭാഷകൾ എന്തിനാണ് പഠിക്കുന്നത്? ആ ഭാഷ കൊണ്ടുള്ള നാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾ അത് പഠിച്ചില്ലെങ്കിൽ ആ ഭാഷ കൊണ്ടുണ്ടാകുന്ന നാശങ്ങൾക്ക് നമ്മളും വിധേയരാകും. ഇപ്പോൾ AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ട് ഇനി കുട്ടികളൊക്കെ ഉസ്താദുമാരോട് ചോദിക്കുന്നതിന് പകരം AI-യോടാണ് ചോദിക്കുക. AI മെറ്റായുണ്ട്, AI വേറെ ChatGPT ഉണ്ട്, അതുപോലെ പല യന്ത്രങ്ങളും വരുന്നുണ്ട്. അതിൽ ചോദിക്കുമ്പോൾ അവർ ഫത്വ ചോദിക്കും, ഓരോന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഉലൂമുകളിൽ ദീനിയായ ശരിയായ വിജ്ഞാനം കടന്നു കയറിയില്ല എങ്കിൽ അവിടെ പിഴവ് സംഭവിക്കും. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുത്തപ്പോൾ ഈസാ നബിയുടെ കാലത്ത് മെഡിസിൻ വ്യാപകമായതുകൊണ്ട് വെള്ളപ്പാണ്ട് മാറ്റുന്ന, കുഷ്ഠരോഗം മാറ്റുന്ന മുഅ്ജിസത്ത് കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് മജീഷ്യന്മാർ നിറഞ്ഞൊരു കാലമായതുകൊണ്ട് അവയെ വെല്ലുന്ന വടി കൊടുത്തു. അതാണ് ഇപ്പോൾ ജൂതന്മാർ ആശുപത്രികൾക്ക് ചിഹ്നമായി ഉപയോഗിക്കുന്ന മൂസാ നബിൻ്റെ വടിയാണ്. വടിൻ്റെ മുകളിൽ 2 പാമ്പ് ചുറ്റിയിട്ടുണ്ടാവും. മെഡിക്കൽ ഷോപ്പിലൊക്കെ വെക്കുന്ന ഒരു ചിഹ്നം, ജൂതന്മാരുടെ ചിഹ്നമാണ്. ക്രിസ്ത്യാനികൾ കുരിശ് ഉപയോഗിക്കുമ്പോൾ ജൂതന്മാർ ഈ 2 പാമ്പിനെ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ വിഷങ്ങളെ വിഴുങ്ങാൻ പറ്റുന്ന വടി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മുസ്ലിങ്ങൾ ഉപയോഗിക്കൽ ക്രസൻ്റാണ്, റെഡ് ക്രസൻറ്റ്. ചിലർ വിചാരിക്കും കുരിശ് അത് മെഡിക്കലിൻ്റെ ചിഹ്നമാണ്. മെഡിക്കലിൻ്റെ ചിഹ്നം അല്ല, അത് ക്രിസ്ത്യൻ മെഡിക്കലിൻ്റെ ചിഹ്നമാണത്. സോ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെയുള്ള മുഅ്ജിസത്ത് കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആസ്ട്രോണമിയും ജിയോഗ്രഫിയും മറികടക്കുന്ന രീതിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് 7ാം ആകാശവും ഭൂമിയുടെ അടിയിലൊക്കെ കാണാനുള്ള കഴിവ് കൊടുത്തു. ഞാൻ വിഷയം പരത്തി കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് അതാതു കാലങ്ങളിൽ പൊന്നാനിയിലെ മസ്ജിദിൽ, നമ്മുടെ ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെയാണല്ലോ, അവിടെ നിങ്ങൾ ഉരുണ്ട മരത്തിൻ്റെ പന്തും കോലും റോളറും സ്കെയിലും ഒക്കെ കാണുന്നത്.
ആസ്ട്രോ ലാബും ഉസ്തുർ ലാബ് അതുപോലെയുള്ള യന്ത്രങ്ങൾ, അവർക്ക് വാനനിരീക്ഷണവും ഭൂവിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ അറബിയിലാണ് പഠിക്കുന്നത് എന്ന വ്യത്യാസമാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ വളർന്നു വരുന്നത് നല്ല അറിവോടുകൂടിയാകണം. ആരും പിന്നോട്ട് തിരിഞ്ഞു നോക്കണ്ട. ആ കുട്ടികളുടെ തലയിലൊക്കെ ഒരു പലക ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ വയ്ക്കുന്നില്ലേ? എന്താണത്? അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റിയിൽ ഫാത്തിമ ഫെഹ്രി എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ്, ഒരു സഹോദരിയാണ്. അതുകൊണ്ട് മൂപ്പർക്ക് അനന്തരം കിട്ടിയ സ്വത്ത് കൊണ്ടാണ് ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. അൽ ഖറവിയീൻ പള്ളി ദർസാണത്. അസ്ഹറിലെ പള്ളി ദർസ് പോലെ അൽ ഖറവിയീൻ പള്ളി ദർസ്. അവിടെയാണ് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിപ്പിച്ചിരുന്നത്. ഏറ്റവും വലിയ ജൂത ഫിലോസഫർ അൽ ഖറവിയീൻ പള്ളി ദർസിലെ ഓതി പഠിച്ചത്. ക്രിസ്ത്യാനികള് പള്ളി ദർസിലെ ഓതി പഠിച്ചത്. കാരണം അവർക്കൊന്നും അന്ന് ദീനീ പഠനം ഇല്ല. അപ്പൊ അന്ന് പള്ളിയിലത്തെ ഉസ്താദന്മാര് എല്ലാ മതക്കാരെയും വരുത്തി അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ലോക പ്രശസ്തരായ എഴുത്തുകാർ അവിടെ നിന്നാണ് വന്നത്. അഡ്രസ്സ് എന്ന് പറയും നമ്മളല്ലേ. നിങ്ങൾ അഡ്രസ്സ് എന്താന്ന് ചോദിക്കും. എന്താ അഡ്രസ്സ് എന്ന അർത്ഥം? അഡ്രസ്സ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ, പണ്ടൊന്നും ഒരു അഡ്രസ്സ് പറയാൻ കഴിയൂല ആൾക്കാർക്ക്. തെക്കും വടക്കോ ചിത്രമോ ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ഇപ്പം ഗൂഗിൾ നാവിഗേറ്റ് ചെയ്യും എങ്ങോട്ടാന്ന് ചോദിച്ചാൽ. പണ്ടൊക്കെ നമ്മൾ പറയും നേരെ അവിടുന്ന് നേരെ പോയിട്ട് ഒരു 6 അടി നടന്നാൽ പിന്നെ അവിടുന്ന് വടക്കോട്ട് പോയി പിന്നെ ഒരു അരമണിക്കൂർ പറയാൻ പറ്റില്ല, ഒരു യാസീനൊന്ന് ദൂരം നടന്നാൽ പിന്നെ അവിടുന്ന് തെക്കോട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നാൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയത് ആരാണ് ലോകത്തിനെന്നറിയോ? അൽ ഇദ്രീസി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അത് ഫെസ് എന്ന് പറയുന്ന ഫാസ് നഗരത്തിൽ നിന്നാണ്. അദ്ദേഹം അൽ ഖറവിയീൻ പള്ളി ദർസിൽ പഠിച്ച ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ മാപ്പുണ്ട്. നമ്മൾ പല്ല് തേക്കുന്ന പശകൾക്കൊക്കെ കോൾഗേറ്റ് എന്ന് പറയില്ലേ, ആദ്യം ഉണ്ടായത് അതായതുകൊണ്ട് എല്ലാറ്റിനും കോൾഗേറ്റ് എന്ന് പറയും. അറബികൾ കുവൈത്തിലും ഖത്തറിലൊക്കെ ചെന്നാൽ അസൻസീർ എന്നാ പറയാ ലിഫ്റ്റിന്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ കമ്പന്റെ പേരായിരിക്കും അസൻസീർ. ഇതുപോലെ അൽ ഇദ്രീസി ഉണ്ടാക്കിയ ഭൂപടം. അപ്പൊ ആ ഭൂപടത്തെ പറ്റി ആളുകൾ പറയാ അൽ ഇദ്രീസി എന്നാ. ഇദ്രീസി, ഇദ്രീസ്, അഡ്രസ്. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അഡ്രസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഏറെക്കുറെ രാജ്യങ്ങളിൽ ചെലവാകുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. എല്ലാ നാട്ടിലൊന്നും ചെലവാകൂലേ. പക്ഷെ നമ്മൾ സാധാരണ പോകുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ നന്നായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അതുപോലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇംഗ്ലീഷുകാർ ഭരിച്ച നാടുകളിൽ ഇംഗ്ലീഷുണ്ട്. തുർക്കിയിലോ ചൈനയിലോ റഷ്യയിലോ സ്പെയിനിലൊന്നും പോയാൽ ഇംഗ്ലീഷ് ഒരു അക്ഷരവും ചിലവാകൂല. അതിനവിടുത്തെ ഭാഷ വേറെ പഠിക്കണം. അവിടെ പോകുമ്പോൾ നമുക്കെല്ലാം കൂടെ പഠിച്ചു വെക്കാൻ കഴിയുമോ? അല്ലാഹു തആല മനുഷ്യൻ അത്ഭുതമായി പഠിച്ചതല്ലേ ഭാഷ. എത്ര പഠിച്ചാലും അവസാനിക്കൂല. അപ്പൊ ഈ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കുന്നവൻ നിന്ന് മൂത്രമൊഴിക്കുന്നവനാകരുത്, ഇരുന്ന് തന്നെ മൂത്രമൊഴിക്കണം. ഇപ്പൊ ടോയ്ലറ്റൊക്കെ ഇംഗ്ലീഷിന്റെ ടോയ്ലറ്റ് ആയതുകൊണ്ട് ഇരുന്നോ മൂത്രമൊഴിക്കേണ്ടത് നിന്നോ മൂത്രമൊഴിക്കേണ്ടത് എന്നറിയാത്തൊരു കാലമായി പോയി. എന്നിട്ട് ഊരവേദനയും മുട്ടുവേദനയുമായിട്ട് ആളുകൾ പ്രയാസപ്പെടുകയാണ്. കുടൽ ക്യാൻസർ, കോളൻ ക്യാൻസറുകൾ, ഇൻഡസ്റ്റൈൻ ക്യാൻസറുകൾ വർദ്ധിച്ചു വരികയാണ് ഈ യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണത്. സോ എങ്ങനെയാണ് മൂത്രമൊഴിക്കേണ്ടതെന്ന് പഠിച്ചവനായിരിക്കണം. നിന്ന് മൂത്രമൊഴിക്കുന്നവരായി മാറരുത്. അതുപോലെ മാതാപിതാക്കളെ പട്ടിയുടെ പേര് വിളിക്കുന്നവരാകരുത്. മാതാപിതാക്കളെ സ്നേഹിച്ച് അവരെ ഉപ്പ ഉമ്മ എന്ന് വിളിക്കുന്ന മക്കളാകണം. ഇങ്ങനെയുള്ള സംസ്കാരം നല്ല സംസ്കാരമാകണം. ഭാഷ ഏതും പഠിക്കാം. അതാണ് ZQവില് LZQ, ലോവർ ZQവില് സഹറത്തുൽ ഖുർആൻ എന്ന ഖുർആൻ പുഷ്പങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ കുഞ്ഞുങ്ങളാണ് ആ പുഷ്പങ്ങൾ. അത് വിടർന്നു വരുന്നത് 3 വർഷം കഴിയുമ്പോഴാണ്. അപ്പൊ ആ കുട്ടികള് ദിക്റുകൾ ചൊല്ലാനും മൗലിദോദാനും ഖുർആൻ പാരായണം ചെയ്യാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അയൽവാസികളെ ബഹുമാനിക്കാനും ചാരിറ്റി കൊടുക്കാനും ഇങ്ങനെ ഒന്നാമത്തെ വർഷം 100 ചില്ലാനം അറിവുകൾ നേടുന്നു. ഇംഗ്ലീഷൊന്നും പഠിക്കുന്നില്ല ഒന്നാമത്തെ വർഷം. അറിവാണല്ലോ ആദ്യം വേണ്ടത്. അറിവില്ലാതെ ഭാഷ അറിഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടോ?
രണ്ടാമത്തെ വർഷമാണ് ആ അറിവിനെ ഇംഗ്ലീഷിലേക്ക് പഠിക്കുന്നത്. മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം സംസാരിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. ഇതുപോലെ അറബിയും ഇതുപോലെ ലോക്കൽ ലാംഗ്വേജും, മലയാളം, തമിഴും, ഓരോ നാട്ടിൽ ഓരോ ഭാഷയും പഠിക്കുന്നു. ഖുർആൻ പാരായണം ചെറുപ്പത്തിൽ തന്നെ വേണ്ട രീതിയിൽ പഠിച്ചില്ല എങ്കിൽ പിന്നീട് തിരുത്താൻ വലിയ പ്രയാസമാണ്. അപ്പോൾ നേരത്തെ തന്നെ നല്ല അധ്യാപികമാരിൽ നിന്ന് ഖുർആൻ കേട്ടുപഠിക്കുന്നു. അതുകൊണ്ട് അധ്യാപികമാർക്ക് മാസാന്തം ട്രെയിനിങ് കൊടുക്കുന്നു, ഉമ്മമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. വീട്ടിൽ വന്നാൽ അവർ ഉമ്മമാർ ഓതി കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ ഭർത്താക്കന്മാര് ഓതുമ്പോൾ തെറ്റുന്നത് കണ്ടിട്ട് ഭാര്യമാര് പറയാൻ തുടങ്ങി, എങ്ങനെ ഞങ്ങളിപ്പോൾ ഖുർആൻ ഓതുന്നത്? അപ്പൊ അവരും പഠിക്കാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദേഴ്സിന്റെ ഡേ നമ്മൾ നടത്തുന്നുണ്ട്, അവർക്കൊരു ആദരവ് കൊടുക്കുന്നുണ്ട്, കുട്ടികൾ ഓരോരുത്തരുടെ കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നല്ല കുടുംബങ്ങൾ വളരുന്നു, നാട്ടിലാകെ ഖുർആൻ ജ്വലിക്കുന്നു. സിക്യുവിന് ഈജിപ്തില് വളരെ പ്രമുഖരായ ആളുകളെ, ലാംഗ്വേജ് അറിവുള്ള ആളുകൾ, ഭാഷാ വിദഗ്ധനെയും മനഃശാസ്ത്ര വിദഗ്ധനെയും ഇസ്ലാമിക അറിവ് പാണ്ഡിത്യം നേടിയ 3 ആളെയും ഈജിപ്തിൽ അയച്ച് അവിടെ ഏറെക്കാലം നിന്ന് എല്ലാ പഠനങ്ങളും കഴിഞ്ഞ് അതിനുശേഷം വന്ന് കേരളീയ ശൈലിയിൽ രൂപപ്പെടുത്തിയതാണ് സിക്യു എന്ന് പറയുന്നത്. ഒരു ദിവസം ഇങ്ങനെ എവിടെന്നെങ്കിലും ഒരു ടീച്ചറെ വിളിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ടാണ് ഈ സിക്യുവിന് ഈ ഒരു ചെലവുള്ളത്. ചെലവെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്, എനിക്കതിൻ്റെ പേര് പറയാൻ മടിയാണ്. യൂറോപ്പിൽ ഈ പിശാചിനെ ആരാധിക്കുന്നൊരു കൂട്ടരുണ്ട്, കേട്ടിട്ടുണ്ടോ? റീസെൻ്റ്ലി ആരും ഒന്ന് പോയി വന്നതൊരു ഡോക്ടർ പറഞ്ഞിരുന്നു, യു വോണ്ട് വർഷിപ്പ് ഗോഡ് ഓർ യു വോണ്ട് വർഷിപ്പ് ഈവിൾ എന്ന് ചോദിച്ചു. ഡെവിൾ, പിശാചിനെയാണോ ആരാധിക്കേണ്ടത് നിനക്ക്, അല്ലെങ്കിൽ ദൈവത്തെയാണോ? നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു ഡോക്ടർ അയാളെ മക്കൾ സ്കൂളിൽ പോയപ്പോൾ അവരോട് ചോദിക്കുകയാണ്, കുട്ടിനോട്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർഷിപ്പ് ഓഫ് ഗോഡ് ആൻഡ് വർഷിപ്പ് ഓഫ് ഡെവിൾ? പിശാചിനെ ധ്യാനിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സമയമെടുക്കും, പിശാചിനോട് പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ ഉത്തരം കിട്ടുമെന്ന്. ഇങ്ങനെ പിശാചിനെ ആരാധിക്കുന്ന ഒരു പെണ്ണിന്റെ പേരാണ് മോണ്ടിസറി. ഒരു പെണ്ണാ, വേറൊന്നുമില്ല. അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നഴ്സറി ഉണ്ട്. എന്നിട്ട് അന്തമില്ലാതെ നമ്മുടെ ആളുകളും ഇങ്ങനെ വലിയ ജോറിൽ പറയും, മോണ്ടിസറിയെ പഠിക്കുന്ന മോണ്ടിസറിയാണ്. നമ്മുടെ ഒരു അന്ധവിശ്വാസം നോക്കൂ നിങ്ങൾ. എന്നാൽ നമ്മുടേത് സിക്യു എന്ന് പറഞ്ഞ സഹ്റത്തുൽ ഖുർആൻ. അത്ര ഫീസ് കൊടുക്കാനും ഫെസിലിറ്റിയും സൗകര്യം ഇല്ലാത്തവർക്ക് വേണ്ടി തിബിയാൻ എന്ന് പറഞ്ഞ് മറ്റൊന്നുണ്ടാക്കി. അതുപോലെ കേരളത്തിൽ വേറെയും കൊച്ചു കൊച്ചു സംവിധാനങ്ങൾ ഏറെയുണ്ട്. സിക്യു നിലവാരം കുറയ്ക്കരുത്, അത് അങ്ങനെ തന്നെ പോകണം എന്നതുകൊണ്ടാണ് ഫീസ് കുറക്കാതെ എണ്ണം കൂട്ടാതെ പോകുന്നത്, ഫ്രാഞ്ചൈസികൾ എണ്ണം വർദ്ധിപ്പിക്കാത്തത്. എന്നും റിസർച്ച് ഓഫീസർമാർ എല്ലാ കാലത്തും കൂടെയുണ്ടാകണം. അൽഹംദുലില്ലാ, അങ്ങനെ അറബി മലയാളം എന്ന് പറയുന്ന ഭാഷ ഉൾപ്പെടെ അവർ വായിക്കാൻ വേണ്ടി പഠിക്കും. ഇതിന് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ അറിയാതെ നമ്മൾ ചോദിക്കും. അറബി അക്ഷരം കൊണ്ടാണ് ലോകത്ത് ഒട്ടുമിക്ക ഭാഷയും എഴുതിയിരുന്നത്. ഹിന്ദി അറബിയിൽ എഴുതിയാലാണ് അതിന് ഉറുദു എന്ന് പറയുന്നത്. ചൈനയിലെ വൈഗൂര് ഭാഷ, ഇന്തോനേഷ്യയിലെ ഭാഷ, മലേഷ്യയിലെ ഭാഷ, ജാവ എന്ന് പറയുന്ന ഭാഷ, നമ്മുടെ ഇവിടെ മാൽദീവ്സിലെ ഭാഷ, അതുപോലെ എത്യോപ്യയിലെ ഭാഷകൾ, തുർക്കി ഭാഷ എല്ലാം എഴുതിയിരുന്ന അറബി അക്ഷരം കൊണ്ടാണ്. അന്ന് വേറെ ഭാഷ ഇല്ലല്ലോ. പിന്നെ ലാറ്റിനാണ്. ഇംഗ്ലീഷുകാരൻ ഇപ്പോഴും അക്ഷരമില്ലല്ലോ. അവർ ലാറ്റിൻ റോമൻ ലെറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. അവർക്ക് സ്വന്തമായി ഇപ്പോഴും അക്ഷരങ്ങളില്ല. സോ ആ അറബി ഭാഷയിൽ ഒരുപാട് അറിവ് ലോകത്തുള്ളത് കൊണ്ട് ഈ അടുത്ത് കഴിഞ്ഞ 1-ാം തീയതിയാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ആളുകൾ മർക്കസ് നോളജ് സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷനിൽ വന്നിരുന്നത്. മലൈബാർ ഫൗണ്ടേഷനും ബ്രിട്ടീഷ് ലൈബ്രറിയുമായി ഒരു കരാറുണ്ടാക്കിയത് 1000-ലേറെ പുസ്തകങ്ങൾ അവിടെ അറബി ഭാഷയിലുണ്ട്. പക്ഷെ അവിടുത്തെ റിസർച്ചേഴ്സിനൊന്നും അത് നോക്കാനും മനസ്സിലാക്കാനും അറിയില്ല. അതിൽ പരസ്പരം സഹായിക്കാൻ വേണ്ടി ധാരണയായിട്ടുള്ളത്. അതുപോലെ ഹെറിറ്റേജ് മാനേജ്മെൻറ്റിന് നോളജ് സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷൻ ഇപ്പോൾ ഷാർജ ഗവൺമെൻറ്റിൻ്റെ 2025 അവാർഡ് ലഭിക്കുകയും ചെയ്തു. സോ
നമ്മുടെ കുട്ടികൾ എല്ലാം പഠിച്ച് അതിലൂടെ വളർന്ന്, എന്നാൽ 3 വർഷമാണ് ഈ കോഴ്സ്. UG കഴിയുമ്പോൾ പിന്നെയോ ഇത് നിലനിർത്തി പോകണ്ടേ, അതിലൂടെ വളരുകയും വേണ്ടേ? അതിനാണ് നമ്മുടെ നോളജ് ഗാർഡനിൽ 1ാം ക്ലാസ് മുതൽ മേൽപോട്ട് ഇങ്ങനെ കയറി വന്നു. ഇപ്പം എത്ര 7 എത്തി. അപ്പം ഇനി നല്ലൊരു സ്കൂൾ കെട്ടിടം വേണം, CBSE അംഗീകാരം വാങ്ങണം. ഇതിനു വേണ്ടി മാത്രം പുറത്തുനിന്നുള്ള കുട്ടികളൊന്നും എടുക്കണ്ട. ഈ പഠിച്ച ഒരു ഡിവിഷനായാലും മതി, 10 ക്ലാസ് മാത്രം. മനോഹരമായ 4 ഏക്കർ ഭൂമി. ഞാനിപ്പോൾ വരുമ്പോൾ അവിടെ കയറി പുതിയ കോൺഫറൻസ് ഹാളൊക്കെ ഒന്ന് കണ്ടപ്പോഴേ നല്ലൊരു കുളവുണ്ട്, സുന്ദരമായ നെൽപ്പാടങ്ങളുണ്ട്. അതിൽ കുറച്ച് നല്ല മാവും മരങ്ങളൊക്കെ വെച്ച് ഗാർഡനൊക്കെ ഇപ്പം തന്നെ അങ്ങ് പൂർത്തിയാക്കിയാൽ കുറച്ച് ക്യാഷ് ആരെങ്കിലും കടം കൊടുത്താൽ മതി, വർഷത്തിൽ അടച്ചു തീർക്കും. ഞാൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നീട്ടി വെക്കരുത്. ഓരോ കൊല്ലം കിട്ടുന്ന പൈസ കൊണ്ട് കുറേശ്ശെ എടുത്താൽ ഈ കുട്ടികൾക്ക് കിട്ടുമോ? അത് 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പം ഇപ്പം തന്നെ കുറച്ച് കടം വാങ്ങിയിട്ടെല്ലാം ഭംഗിയായി തീർക്കണം. ഇപ്പോൾ തന്നെ വളരെ ഉഷാറാണ്. എന്നിട്ട് വർഷത്തിലത് റിട്ടേൺ കൊടുക്കുക, പലിശയില്ലാത്ത കടം. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഹാദിയ കോഴ്സ് പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. നമുക്കറിയാം, ഉമ്മമാരെ വളച്ചുകൊണ്ടിരിക്കുന്ന, കേടുവരുത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതാക്കുന്ന, പ്രസവിക്കാൻ താല്പര്യമില്ലാതാക്കുന്ന, ഉമ്മയാകണ്ട, മറ്റൊരുത്തൻ്റെ കീഴിൽ കഴിയണ്ട എന്നുള്ള തത്വങ്ങൾ ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് 5 വക്തും നിസ്കരിക്കുന്ന, പുറത്തു പോകുമ്പോൾ പർദ്ദ ധരിക്കുന്ന, നിഖാബ് ധരിക്കുന്ന, ഖുർആൻ ഓതുന്ന ഉമ്മമാരെ ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്കൂളൊന്നും വേണ്ട എന്നാരെങ്കിലും പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, വീട്ടിലിരുന്ന് പഠിപ്പിക്കും. അപ്പോൾ വീടുകൾ മദ്രസകളായി മാറണം. എല്ലാ കാലത്തും നമുക്ക് ഈ സ്കൂളൊക്കെ നടത്താൻ അംഗീകാരം ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റൂല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ എന്തു വന്നാലും അതിനെ തടുക്കാൻ പറ്റിയൊരു കഴിവ് നമുക്കുണ്ടാകണം. തുർക്കിയിൽ അതാതുർക്കിൻ്റെ കാലത്ത് 30 ചില്ലാനും വർഷം അവിടെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല, വാങ്ക് കൊടുക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ ഹിജാബ് ധരിക്കാൻ പാടില്ല, മുട്ടിൻ്റെതായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, തലമറക്കാൻ പാടില്ല, പുരുഷന്മാർ താടി വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു കാലം കഴിഞ്ഞിട്ടും സ്വാതന്ത്ര്യം വന്നപ്പോൾ എല്ലാം ഒറ്റയടിക്ക് വന്നു. ഇതൊക്കെ ചാരമിട്ട് മൂടിയതുപോലെ ഊതിയപ്പോൾ ആ തീക്കനലുകൾ പുറത്തു വന്നു. 70 വർഷം സോവിയറ്റ് യൂണിയൻ നിരീശ്വര വിശ്വാസത്തിൻ്റെ കീഴിൽ കഴിഞ്ഞിട്ട് പുറത്തു വന്നപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും അതുപോലെ തുർക്ക്മാനിസ്ഥാനിലും മറ്റുമൊക്കെ എന്തൊരു ദീനീയായ ചൈതന്യമാണിപ്പോൾ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പഠിച്ച മനുഷ്യരുള്ളത് കൊണ്ടാണ്. പഠിച്ച മനുഷ്യരുണ്ടാകുമ്പോൾ ഓഫാക്കി കളയാൻ പറ്റൂല. നിങ്ങളുടേതെല്ലാം സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ആണ് ഇൽമുള്ളതെങ്കിൽ അതൊരൊറ്റ സ്വിച്ച് ഇട്ടാൽ ഓഫാക്കാൻ കഴിയും. അതുകൊണ്ട് പഠിച്ച മക്കളുണ്ടാകണം, പഠിച്ച ഉമ്മമാരുണ്ടാകണം. ഷാഫി മുഹമ്മദ് തങ്ങൾ പറഞ്ഞത്, നഫ്സി ഇൽമി മഇ ഹൈസുമാ യമ്മംതു യൻഫഉനി. എൻ്റെ ഇൽമ എൻ്റെ കൂടെയാണ് എപ്പോഴും, അതെനിക്ക് ഉപകാരപ്പെടും എപ്പോഴും. ഇൻ കുന്തു ഫിൽ ബൈതി കാനൽ ഇൽമു ഫിൽ ബൈതി. വീട്ടിലാണോ ഇൽമ അവിടെ ഉണ്ടാകും. ഔ കുന്തു ഫിസ്സൂഖി കാനൽ ഇൽമു ഫിസ്സൂഖി. ഞാൻ അങ്ങാടിയിലാണോ ഇൽമ അവിടെ ഉണ്ടാകും. അല്ലാതെ മെഷീൻ വെച്ച് മറന്നുപോയി, ഇന്ന് കരണ്ടില്ല അതുകൊണ്ട് ഇൽമ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആക്കി മാറ്റിയാൽ നമ്മൾ അറിവില്ലാത്തവരായി പോകും. ഞാൻ നീട്ടുന്നില്ല. അൽഹംദുലില്ലാഹ് ഇവിടെ വളരെ മനോഹരമായൊരു ക്യാമ്പസ്, ZQൻ്റെ ക്യാമ്പസുകളിൽ വളരെ പ്രശസ്തമായൊരു ക്യാമ്പസാണ് പുന്നയൂർക്കുളം ക്യാമ്പസ്. അൽഹംദുലില്ലാഹ് അതിനെയും മെച്ചപ്പെട്ട സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും നല്ല ക്യാമ്പസായി മാറ്റാനുള്ള ദൃഢപ്രതിജ്ഞയിലാണ് ഫാറൂഖ് സാഹിബും കുടുംബവും അതുപോലെ ഈ നാട്ടുകാരായ പ്രവർത്തകരും സംഘവും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇവരുടെ പിതാവ് അബ്ദുൽ ഖാദിർ ഹാജി ഉൾപ്പെടെ ഈ നാട്ടിൽ നിന്ന് ദീനിൻ്റെ നേതൃരംഗത്തുണ്ടായിരുന്ന ആളുകൾ, മഹല്ല് കാരണവന്മാർ, ഇവിടുത്തെ പൗരപ്രമുഖർ, മരിച്ചുപോയിട്ടുള്ള ആളുകൾക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബറുകൾ സന്തോഷമാക്കട്ടെ. ഈ നാടിനെ വെളിച്ചമാക്കിയ മഹാപണ്ഡിതന്മാർ, അവരുടെയൊക്കെ ബറക്കാത്തുകൾ അള്ളാഹു എന്നും ഇവിടെ നിലനിർത്തി തരട്ടെ. ദീനിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ശുക്രൻ ഉസ്താദ്. വേദിയില്ല മഅദി നോളജ് ഗാർഡൻ്റെ അലിഫ് ഡേ വിദ്യാർത്ഥികൾക്ക് അറബി അക്ഷരം അലിഫ് കുറിച്ചു കൊടുക്കുന്നു ബഹുമാനപ്പെട്ട